കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ജയിച്ചാൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആരാവണമെന്ന ചർച്ചകൾ സജീവമായിരിക്കുകയാണ്. മൂന്നാം തവണയും ഇടത് സർക്കാർ വരാതിരിക്കാനുള്ള നടപടികൾക്കാണ് പ്രാധാന്യമെന്നും പാർട്ടിയുടെ വിജയം ഉറപ്പാക്കുന്നതിനാണ് പ്രഥമ പരിഗണനയെന്നും നേതൃത്വം ആവർത്തിക്കുമ്പോഴും പ്രമുഖ നേതാക്കളെല്ലാം മുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പിക്കാനുള്ള ചരടുവലികൾ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു. നിലവിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ എന്നിവരാണ് ഈ മത്സരത്തിൽ മുന്നിൽ നിൽക്കുന്നത്. ഒരു പതിറ്റാണ്ട് നീണ്ടുനിന്ന LDF ഭരണത്തിന് ശേഷം കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDF മുന്നണി അധികാരത്തിൽ തിരിച്ചെത്തിയാൽ ഈ മൂന്ന് പേരും ഒരേപോലെ മുഖ്യമന്ത്രി പദവിയിലേക്ക് പരിഗണിക്കപ്പെടുമെന്നാണ് കരുതുന്നത്. കുറേയേറെ നാളുകളായി ദേശീയ രാഷ്ട്രീയത്തിൽ മാത്രം ശ്രദ്ധയൂന്നിക്കൊണ്ട് പ്രവർത്തിക്കുന്ന KC വേണുഗോപാൽ ഈ അടുത്ത കാലത്തായി സംസ്ഥാനത്ത് കൂടുതൽ സജീവമാണ്. വീടുകൾ കയറിയുള്ള പ്രചാരണങ്ങൾ, അടുക്കള സന്ദർശനം, LDF സർക്കാരിന്റെ കീഴിലെ വിലക്കയറ്റം ഉയർത്തിക്കാട്ടുക എന്നിങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൂടെ KC വേണുഗോപാൽ കേരളത്തിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുകയാണ്. ഇത് പ്രകടന പത്രിക തയ്യാറാക്കുന്നതിനായുള്ള ഇടപെടൽ മാത്രമാണെന്ന് പറയുന്നുണ്ട്. എങ്കിലും കോൺഗ്രസ് വിജയിച്ചാൽ തന്റെ മുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പിക്കുന്നതിനുള്ള നീക്കങ്ങളായി തന്നെയാണ് ഇതിനെയും വിലയിരുത്തുന്നത്. എന്നാൽ KC വേണുഗോപാലിന്റെ സ്വപ്നങ്ങൾക്ക് പ്രധാന തടസ്സമായി നിൽക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെയാണ്. എന്തെന്നാൽ പ്രതിപക്ഷ നേതാവായത് കൊണ്ട് തന്നെ വി ഡി സതീശനെ എല്ലാവരും കാണുന്നത് ഭാവി മുഖ്യമന്ത്രിയായിട്ടാണ്. UDF ഇനി ഭൂരിപക്ഷം നേടിയാൽ മുഖ്യമന്ത്രി പദവിയിലേക്ക് ഒരു സ്വാഭാവിക അവകാശിയായിട്ടാണ് എല്ലാവരും സതീശനെ കാണുന്നത്. പറവൂരിൽ നിന്നും 5 തവണ MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDF തോറ്റതിന് പിന്നാലെയാണ് രമേശ് ചെന്നിത്തലയ്ക്ക് പകരം പ്രതിപക്ഷ നേതാവായി എത്തിയത്. എന്തായാലും സാമൂഹിക പാരിസ്ഥിതിക വിഷയങ്ങൾ സ്വീകരിച്ച നിലപാടുകളിലൂടെയും നിയമസഭയിലെ ശക്തമായ ചില ഇടപെടലുകളുടെ അടിസ്ഥാനത്തിലും സതീശൻ പൊതുജന ശ്രദ്ധ നേടിയിട്ടുണ്ട്. മാത്രമല്ല, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, നിയമസഭ ബൈ ഇലക്ഷനുകൾ, 2024 ലോക്സഭാ ഇലക്ഷൻ എന്നിവയിലെല്ലാം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേട്ടങ്ങൾ ഉണ്ടാക്കിയതും സതീശന് ഗുണകരമാണ്. നിരവധി യുവ നേതാക്കളുടെ പിന്തുണയും കൂടി വി ഡി സതീശനുണ്ട്. കോൺഗ്രസിനെ വിജയത്തിലേക്ക് നയിക്കാൻ തനിക്ക് കഴിയുമെന്ന ആത്മവിശ്വാസവും അദ്ദേഹത്തിനുണ്ട്. എന്നാൽ അദ്ദേഹത്തിന് മന്ത്രിയെന്ന നിലയിൽ അനുഭവ പരിചയമില്ലെന്ന കാര്യം വലിയൊരു ബലഹീനതയായി അദ്ദേഹത്തിന്റെ എതിരാളികൾ ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നു. തെരഞ്ഞെടുപ്പ് അടുത്തോടെ ഭരണപരവും സംഘടനാപരവുമായ അനുഭവ സമ്പത്തുള്ള മുതിർന്ന നേതാവായ രമേശ് ചെന്നിത്തലയും ഇപ്പോൾ ശ്രദ്ധാകേന്ദ്രമായി മാറിയിട്ടുണ്ട്. വരാനിരിക്കുന്ന ഇലക്ഷനുള്ള കോൺഗ്രസ് പ്രചാരണ സമിതിയുടെ അധ്യക്ഷനായി അദ്ദേഹത്തെ നിയമിച്ചതോടെയാണ് വീണ്ടും രമേശ് ചെന്നിത്തല ശ്രദ്ധ നേടുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിൽ ആഭ്യന്തരമന്ത്രിയും 1986 K കരുണാകരന്റെ മന്ത്രിസഭയിൽ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയും ആയിരുന്നു രമേശ് ചെന്നിത്തല. പലതവണ MP-യും MLA-യും ആയ ചെന്നിത്തല AICC-യുടെ ഉയർന്ന പദവികളും കൈകാര്യം ചെയ്തിട്ടുണ്ട്. കേന്ദ്ര നേതാക്കളുമായുള്ള അദ്ദേഹത്തിന്റെ അടുപ്പവും രാഷ്ട്രീയത്തിലെ അനുഭവ സമ്പത്തും ചെന്നിത്തലയ്ക്ക് നേരിയ ഒരു മേൽക്കൈ നൽകുന്നു. ഇപ്പോൾ തന്നെ ഇത്തരം പ്രചാരണങ്ങൾ കൂടിയതോടെ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുപ്പിന് ശേഷം MLA-മാരാണെന്നും അതിന് കേന്ദ്ര നേതൃത്വത്തിന്റെ അംഗീകാരം ആവശ്യമാണെന്നും AICC വ്യക്തമാക്കിയിട്ടുണ്ട്. LDF സർക്കാരിനെ താഴെ ഇറക്കുന്നതിനാണ് ഇപ്പോൾ പ്രാധാന്യമെന്നും കേന്ദ്ര നേതൃത്വം പറയുന്നു. ഇലക്ഷൻ വരുമ്പോൾ എല്ലാ പാർട്ടികൾക്കും സ്ഥാനാർത്ഥി നിർണയമാണ് ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറുന്നത്. എന്നാൽ കോൺഗ്രസിനുള്ളിൽ അതുമാത്രമല്ല, നേതാക്കളുടെ സ്ഥാനമോഹം കൂടെ വലിയൊരു പ്രശ്നമാണ്. ഇത്തവണ ഒറ്റക്കെട്ടായി നിന്ന് ഇലക്ഷനെ നേരിട്ട് വിജയിച്ചില്ലെങ്കിൽ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ അടിത്തറ ഇളകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. ഇനിയും പരാജയപ്പെട്ടാൽ BJP-യിലേക്കുള്ള ഒരു കൂട്ടപ്രയാണമായിരിക്കും കോൺഗ്രസിൽ നിന്നും ഉണ്ടാകാൻ പോകുന്നത്. ഇത് BJP-ക്കും നന്നായി അറിയാവുന്നതുകൊണ്ട് ഇത്തവണ പല മണ്ഡലങ്ങളിലും കോൺഗ്രസിനെ BJP കാലുവാരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല.